ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കിയാലോ. അതിനായി 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എല്ലാം കളഞ്ഞ് 1 കിലോയും കുറച്ചും കൂടെ കാണും എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റാവശ്യമുള്ള സാധനങ്ങൾ: 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 10-15 കുഞ്ഞുള്ളി അരിഞ്ഞ ചെറുതായി, ഒരു തക്കാളി, അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു അര നാരങ്ങയുടെ നീര്, കാഷ്യൂ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, അതിന് നമുക്ക് പേസ്റ്റായി അരച്ചെടുക്കണം. പിന്നെ 5 പച്ചമുളക്, ഒരു വലിയ ഇഞ്ചി നീളത്തിൽ കീറിയത്, ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ പൊട്ടറ്റോ അരിഞ്ഞത്, തേങ്ങയുടെ 2 പാല്, 1 പാല്, പിന്നെ സ്പൈസസ്: പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, ബേ ലീവ്സ്, തക്കോലം, പട്ട, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ കുഞ്ഞുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 ഉണക്കമുളക്, ഒരു ശകലം മുളക് പൊടിയും കൂടി ചേർക്കണം. നേരം ഇത്രയും ആണ് ഈ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. പാൻ ഒന്ന് ചൂടാകട്ടെ. പാൻ ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ, ചുറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർക്കാം. എല്ലാം ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. കൂടെ തന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റുക. സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും. ലോ ഫ്ലെയിം ആക്കി വഴറ്റുക. സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ ബാക്കി ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ സമയം നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് ചേർക്കാം. എല്ലാം വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക.
എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോയും ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിം ആക്കി തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാം. അതും കൂടെ മിക്സ് ചെയ്യും. എല്ലാം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്പൈസസ് ആദ്യം ചേർത്തിരുന്നു. നമ്മൾ ഗരം മസാല പൊടി 1 ടീസ്പൂൺ കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സമയം ഉപ്പൊന്ന് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടേ ഉള്ളൂ. ഉപ്പ് നോക്കിയ ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കും. വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പാത്രത്തിൻ്റെ അടുപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം വെന്തൊരു വിധം ഒഴുകിയിട്ടുണ്ട്. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒന്നാം പാലും കുറച്ച് കാഷ്യൂ പേസ്റ്റ് അരച്ചതും ചേർക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും. ഇനി അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട. സമയം നമുക്ക് ഉപ്പും കൂടെ നോക്കാം. ഈ സമയം ഒരു അര നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞിരിക്കുക. നമ്മളൊരു ചെറിയ തക്കാളിയെ ചേർത്തിട്ടുണ്ട്. അര നാരങ്ങയുടെ നീരും കൂടെ ഒരു വീഴാതെ നോക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ചിക്കൻ മപ്പാസ് കറി റെഡി. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് അപ്പം, ഇടിയപ്പം, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇനി താളിച്ച് ചേർക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ചെറുതായി ഒന്ന് വാടുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക്, 2 പച്ചമുളക്
2 പച്ചമുളക്, എല്ലാം കൂടെ ഒന്ന് വഴറ്റി കടുക് വറുത്ത് ചേർക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്ക് പാത്രം അടച്ചു വെക്കാം, മസാലയൊക്കെ പിടിക്കട്ടെ. ചിക്കൻ മപ്പാസ് കറി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ചിക്കൻ മപ്പാസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ഇന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായി ഉണ്ടാക്കിയതാണ് ഞാൻ. ഇത് അപ്പം, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.